സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. സന്ധ്യ മയങ്ങി ഇരുണ്ടു തുടങ്ങി. തുലാമാസം പകുതി കഴിയുമ്പോൾ എങ്ങനെയാണ് വേഗന്ന് നേരെ ഒഴിരും. അതുകൊണ്ട് എങ്ങും തങ്ങാതെ രണ്ടാളും കൂടി പെട്ടെന്നിങ്ങോട്ട് പോന്നോണം. ദേവമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു നിൽക്കുകയാണ് കാർത്തു. വീടിൻ്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം വെളിയിലേക്കിടുകയാണ് അച്ഛനും ചെറിയച്ഛനും, പിന്നെ വേറെ 3-4 പേരും ചേർന്ന്. ആരും തന്നെയൊന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല. ഓർക്കും തോറും അവളുടെ മിഴികൾ സജ്ജലമായി. അതിനേക്കാളൊക്കെ ഏറെ തന്നെ വേദനിപ്പിക്കുന്നത് അച്ചുവിൻ്റെ മുഖം തിരിച്ചുകൊണ്ടുള്ള നടപ്പ് കാണുമ്പോഴാണ്. ഇന്നലെ വരേക്കും ജീവൻ്റെ ജീവനായിരുന്നു താനും അച്ചു. എന്തിനും ഏതിനും അവൾക്ക് തുമ്പി മതി. കോളേജിൽ ആദ്യമായി പോകാനും അമ്പലത്തിൽ പോകാനും ഡ്രസ്സ് എടുക്കാനും അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനും അങ്ങനെ എവിടെ പോകാനും. പക്ഷെ ഇപ്പോൾ അവളുടെ ജീവിതം തല്ലിത്തകർത്തത് താനാണല്ലോ എന്നോർക്കുമ്പോൾ അവളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെ താൻ കവർന്നെടുത്തുകൊണ്ട് ഇന്നലെ വന്ന ഒരുവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇന്ന് കാലത്തെ രജിസ്റ്റർ മാരേജും കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് അച്ചുവിന് തന്നോട് ദേഷ്യം തോന്നാതിരിക്കുന്നത്? തന്നെപ്പോലെ തന്നെ എല്ലാവിധ വികാര വിചിന്തകളുള്ള ഒരു പെൺകുട്ടിയാണ് അവളും. ഈശ്വര, എൻ്റെ അച്ചുവിനെ കാത്തോണേ, അവൾക്ക് നന്മ മാത്രം വരുത്താവുള്ളേ. 1000 തവണ ആവർത്തിച്ച പല്ലവി പിന്നെയും കാർത്തു മനസ്സിൽ ഉരുവിട്ടു. കാർത്തു നോക്കി നിൽക്കുകയാണ് കുടുംബത്തിലുള്ളവരെല്ലാവരും തൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് തറവാടിൻ്റെ പടിയിറങ്ങിപ്പോയത്. ആരോടും ഇറങ്ങിപ്പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാത്ര തടയാൻ ഉള്ളിൽ വല്ലാത്ത മോഹം. ആരും അവളെയൊന്ന് നോക്കുപോലും ചെയ്തില്ല. അതാണ് സത്യം. അവൾക്ക് ചങ്ക് പൊടിയുന്ന പോലെയാണ് അപ്പോൾ തോന്നിയത്. എത്രയൊക്കെ ആയാലും ശരി, തൻ്റെ അച്ഛനും അമ്മയുമല്ലേ. മുത്തശ്ശനാണെങ്കിൽ നന്നായി പ്രായം ചെന്നതാണ്. ചിറ്റയാണ് മുത്തച്ഛൻ്റെ കയ്യിൽ പിടിച്ച് ഇറക്കിക്കൊണ്ട് വന്നത്. അത് കണ്ടപ്പോഴായിരുന്നു അവൾക്ക് ഏറെയും ദുഃഖം. ഇനി എങ്ങോട്ട്? എന്താവും അവരുടെ അവസ്ഥ? നെഞ്ചു വിങ്ങുന്ന വേദനയിൽ ഉമ്മറക്കോലായിലെ തൂണി പിടിച്ചുകൊണ്ട് വിറയലോടെ അവൾ നിന്നു. അവരുടെ വണ്ടി അകന്നു പോകുന്നത് നിറകണ്ണുകളോടെ നോക്കി നിൽക്കാൻ ആ പാവത്തിന് കഴിഞ്ഞുള്ളൂ. ഡി തരൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്തു കോത്ത് കാണും അടി? അവൾ ഒന്നും മിണ്ടാതെ കൊണ്ട് മുഖം കുനിച്ചു. കണ്ടു കഴിഞ്ഞെങ്കിൽ കയറിപ്പോയി എനിക്കൊരു ചായ എടുക്ക്, വേഗം ആവണം. അവൻ ധൃതി കാട്ടി. കാർത്തു അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ യാതൊരുവിധ സാധനങ്ങളുമില്ല. വക്ക് കൊട്ടിയ 1-2 പ്ലേറ്റുകളും കപ്പുകളും ഒഴിച്ച് എല്ലാം അവിടുന്ന് കൊണ്ടുപോയി. അവൾ എല്ലായിടത്തും ഒന്ന് പരിശോധന നടത്തി. എങ്കിലും ശ്രമം വിഫലമായിരുന്നു. മടിച്ചാണ് അവൾ ധരൻ്റെ അടുത്തേക്ക് ചെന്നത്. ചായ വയ്ക്കാനുള്ള പാത്രങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ ഇല്ല. പാലും പൊടിയും പഞ്ചസാരയും ഒന്നുമില്ല. എങ്കിൽ നീ വേഗം റെഡിയാവുക. ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാം. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാർത്തൂനെ കണ്ടതും അവന് ദേഷ്യം തോന്നി. കാർത്തിക, നീ ഇവിടുന്നും അല്ലേ? പെട്ടെന്നവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ധരൻ, നമുക്ക് ദേവമ്മയുടെ അടുത്തേക്ക് പോകാം, അവിടെ താമസിച്ചാൽ പോരെ? ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. പോരാ, എൻ്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള കാലം നമ്മൾ രണ്ടാളും കഴിയുന്നത് ഇവിടെയാണ്. യാതൊരു മാറ്റവുമില്ല. അവനാണെങ്കിൽ അരഭിത്തിയിലിരിക്കുകയാണപ്പോൾ. ശേഷം കാർത്തുവിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. നീ പോയി ഡ്രസ്സ് മാറി വാ. രാവിലെ ലക്ഷ്മിയമ്മ ഉടുപ്പിച്ചു കൊടുത്ത കല്യാണപ്പുടവ ഇതേവരെയായിട്ടും മാറിയിട്ടില്ലെന്നുള്ളത് അവൾ അപ്പോഴാണ് ഓർത്തത്. തൻ്റെ റൂമിലേക്ക് അവൾ നടന്നു. നേരിതിൻ്റെ തുമ്പുറപ്പിച്ചു വെച്ചിരുന്ന സേഫ്റ്റി പിൻ തോളിൽ നിന്നും അഴിച്ചു മാറ്റി മേശമേൽ വെച്ച് കഴിഞ്ഞ് അവൾ തടിയലമാരയുടെ കണ്ണാടി പ്രതലത്തിലെ തൻ്റെ പ്രതിബിംബത്തിലേക്ക് സാഗൂതം നോക്കി. എന്തൊക്കെയാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഒരു സിനിമാ കഥ പോലെയാണ് അവൾക്ക് തോന്നിയത്.
ഒരു സുപ്രഭാതത്തിൽ അമ്പലനടയിൽ വെച്ച് ധരനെ ആദ്യമായി കണ്ടതും, റോഡിൽ തടഞ്ഞു വെച്ച് അയാളോട് വഴക്കിട്ടതും, ചെളിവെള്ളം തെറിപ്പിച്ചതും, ഓഫീസിൽ വെച്ച് ധരനെ കണ്ടതും, പിന്നീട് അവിടെ നടന്ന ഓരോരോ കാര്യങ്ങളും അവൾ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. ആർക്കും വേണ്ടാതായി ഒടുവിൽ ചുടുകണ്ണീർ കവളിനെ തഴുകിയതും, ഇടുപ്പിൽ ഒരു തണുപ്പ് പടർന്നു മുറുകിയപ്പോൾ അവൾ നിന്നിടത്തു നിന്നും മേൽപോട്ട് പൊങ്ങി. പിന്നിലേക്ക് തിരിഞ്ഞതും മാറിലെ നീരി തടർന്ന് താഴേക്ക് വീണു. ധരൻ്റെ നെഞ്ചിൽ തട്ടി നിന്നതും അനാവൃതമായ മാറിലേക്ക് നീരിതെടുത്ത് വേഗം തന്നെ അവൾ മറത്തീർത്തു. അവളുടെ പിടയുന്ന മിഴികളിലേക്കും മേൽച്ചുണ്ടിന് മുകളിൽ പൊടിയുന്ന വിയർപ്പ് കണങ്ങളിലേക്കും നോക്കി അവളോട് ഒട്ടി നിൽക്കുകയാണ് ധരൻ. അപ്പോഴും തൻ്റെ ഇടുപ്പിൽ അമർന്നിരിക്കുന്ന അവൻ്റെ കൈ വിടുവിക്കുവാൻ കാർത്തു ഒരു ശ്രമം നടത്തി. നീ എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത്? നിന്റെ ആരെങ്കിലും ഉടലോടെ സ്വർഗത്തിലേക്ക് പോയോ? അവൻ്റെ ശബ്ദം മുരട്ടു. കാർത്തു ഒന്നും മിണ്ടാതെ കൊണ്ട് നിൽപ്പ് തുടർന്നു. ഇങ്ങനാണോടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്? ഇനി നിന്നെ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, വേണോ? വേണ്ട, ഞാൻ മാറിക്കോളാം. കിതച്ചുകൊണ്ട് പറയുന്നവളെ നോക്കിയതും അവൻ തൻ്റെ അതിരത്തിൻ കോണിലായി അവൾക്കായി ഒരു ചിരി ഒളിപ്പിച്ചു. 10 മിനിറ്റ്, അതിനു മുന്നേ റെഡിയായി വന്നോണം. അവൻ വാതിലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് അവളോട് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. വാതിൽ കടന്നിറങ്ങിയതും അതൊരു ഊക്കോടുകൂടി അടയുന്ന ശബ്ദം കേട്ട് ധരനൊന്ന് തിരിഞ്ഞു നോക്കി. കാർത്തുവിനാണെങ്കിൽ തൻ്റെ കുളപ്പടവിലേക്ക് ഒന്ന് ഓടിപ്പോകാൻ ഒരാഗ്രഹം. എല്ലാ ദുഃഖവും ഇറക്കി വയ്ക്കാൻ പറ്റിയ തൻ്റെ പ്രിയപ്പെട്ട ഇടം. അവൾ പിൻവാതിൽ തുറന്നുകൊണ്ട് വേഗം തന്നെ പുറത്തേക്കിറങ്ങി. ധരൻ ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് അകായത്തിൽ ഇരിപ്പുണ്ട്. മാറാനുള്ള ഒരു പാവാടയും ടോപ്പും മറ്റും എടുത്തുകൊണ്ട് വേഗത്തിൽ കുളപ്പുരയിലേക്ക് കയറി. മുണ്ടും നേരിയതും പറിച്ചു മാറ്റിയ ശേഷം പാവാട എടുത്ത് മേൽപോട്ട് മുറുക്കി ഉടുത്തു. അത്യാവശ്യം നന്നായി തന്നെ ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. എന്നാലും അവൾക്ക് ഭയമൊന്നും തോന്നിയിരുന്നില്ല. ഇതിലും വൈകി എത്രയോ വട്ടം കുളിക്കാനായി വന്നിട്ടുണ്ട് ഇവിടേക്ക്. ആ പടവിലേക്ക് അവൾ ഇരുന്നു. കാൽമുട്ടുകളിൽ കവിൾ ചേർത്ത് വെച്ചുകൊണ്ട് ആ ഇരിപ്പ് തുടർന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും കരച്ചിൽ വരുന്നു. ദുഃഖങ്ങളൊന്നും മനസ്സിൽ പിടിച്ചു വയ്ക്കാൻ ആവില്ല തനിക്ക്. ഇങ്ങനെ ഇവിടെ വന്ന് കരഞ്ഞു തീർക്കും, അതാണ് പതിവ്. അച്ഛനും അമ്മയും മുത്തശ്ശനുമൊക്കെ എവിടാണോ ആവും. ഈശ്വര, എന്തൊരു വിധിയായിപ്പോയി. തെറ്റ് ചെയ്തവരാണ് അവരൊക്കെ. പക്ഷെ കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാതെ എല്ലാവരും എവിടായിരിക്കും? ധരൻ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയിരുന്നില്ല. തൻ്റെ നഗ്നമായ പിൻകഴുത്തിൽ ഒരു ചുടുനിശ്വാസം തട്ടിയതുപോലെ തോന്നി. അതാരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ പിടഞ്ഞെഴുന്നേറ്റു. പെട്ടെന്നാണ് ധരൻ്റെ വലക്കൈ അവളുടെ വയറിന്മേൽ പൊതിഞ്ഞത്. അവൻ്റെ കൈ വിടുവിച്ചുകൊണ്ട് അവൾ മുന്നോട്ടാഞ്ഞതും വെള്ളത്തിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു. പിന്നാലെ അവനും ഒന്ന് മുങ്ങി നിവർന്നതും കണ്ടു തന്നോട് ചേർന്ന് നിൽക്കുന്ന ധരനെ. താൻ അഴിച്ചു വേറെ വെച്ചിരുന്ന മുണ്ടും നേരിയതും എവിടെയെന്നവൾ നോക്കി. ആ മുണ്ടാണ് ധരനെടുത്ത് ചുറ്റിയിരിക്കുന്നത്. ഇയാൾക്കിത് എന്തിൻ്റെ കേടാ? പെറുപെറുത്തുകൊണ്ടവൾ പടവിലേക്ക് കയറാൻ ഭാവിച്ചു. നീ കുളിക്കുന്നില്ലേ? ഇല്ല. അതെന്താ? ഞാൻ കുളിമുറി കുളിച്ചോളാം. പിന്നെ ആരെ കാണിക്കാനടി നീ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്? അതിന് മറുപടിയായി അവൾ അവനെ ഒന്ന് കനപ്പിച്ചു നോക്കി. എന്നിട്ട് തിരിഞ്ഞതും പടവിലെ വഴുക്കിൽ തട്ടി വീണ്ടും പിന്നിലേക്ക് മറിഞ്ഞു. പക്ഷേ അവൾ വീഴും മുന്നേ ധരൻ്റെ ഇരു കൈകളും കൂടി അവളെ വരിഞ്ഞു. ഇരുവരും പിന്നിലേക്ക് പതിച്ചു. ഉയർന്നു പൊങ്ങി. ധരൻ അവളുടെ ഇടുപ്പിൽ ചുറ്റിക്കൊണ്ട് കുളത്തിൻ്റെ കിഴക്കുവശത്തേക്ക് ഒന്ന് നീന്തി തുടിച്ച ശേഷം ഒതുക്കുകല്ലുകൾ തീർത്ത ഭാഗത്തേക്ക് തിരികെ നീന്തി വന്നു. കാർത്തുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലാത്ത അവസ്ഥ. അയ്യേ! ധരൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മുണ്ട് മുറുക്കി ഉടുത്ത് പടവിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് കാർത്തു അറിഞ്ഞത് തൻ്റെ പാവാട അഴിഞ്ഞു പോയിരിക്കുന്നുവെന്ന്. അയ്യോ!
അവളും ഉറക്കെ നിലവിളിച്ചു. തുണിയെടുത്തുടുക്കടി. അവൻ ശബ്ദമുണ്ടാക്കി. ധരൻ ഒന്ന് കയറിപ്പോകുന്നുണ്ടോ? അവൾക്ക് ദേഷ്യം വന്നു. ഇല്ലെങ്കിലോ? ധരൻ പ്ലീസ്. നേരം ഒരുപാടായി. ഇരു കൈകളും മാറിൽ പിണിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാർത്തു. ഇരുവശത്തുമായി തൻ്റെ പാവാട തിരിയുന്നുണ്ട്. അവളുടെ നേരിത് എടുത്ത് പിഴിഞ്ഞുകൊണ്ട് ധരൻ വീണ്ടും കുളത്തിലേക്ക് ഇറങ്ങി. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? അവൾ പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു. അവൾക്ക് ദേഷ്യം ഉച്ചസ്ഥായിലായിരുന്നു. പിഴിഞ്ഞെടുത്ത നേരിത് ഒന്നുകൂടി ഉറക്കെ കുടഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ഇറങ്ങി. അവളുടെ നാണത്തെ പൊതിഞ്ഞു മൂടിയ ശേഷം ധരൻ തനിക്ക് നേർക്ക് തിരിച്ചു നിർത്തി. നിലാവിൻ്റെ ശോഭയിൽ തിളങ്ങുന്ന അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു. ഒരു തണുത്ത കാറ്റ് വന്നതും കാർത്തൂൻ്റെ അതിരം വിറകൊണ്ടു. അതുകൂടി കണ്ടതും അവൻ്റെ അടക്കിപ്പിടിച്ച വികാരങ്ങൾ അണപൊട്ടി ഒഴുകി. മെല്ലെ മെല്ലെ അത്രമേൽ മധുരമായി അവളുടെ അതിരം നുകർന്നു. കാർത്തൂനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിൽക്കുകയാണ്. ഒരിറ്റ് ശ്വാസം പോലും എടുക്കാൻ വയ്യാതെ പെണ്ണൊന്നു പിടഞ്ഞു. അവൻ്റെ പുറത്തേക്ക് അവളുടെ നഖങ്ങൾ പോറൽ വീഴ്ത്തിയതും അവൻ്റെ കൈകളും അനുസരണക്കേട് കാട്ടി. അതുകൂടി ആയപ്പോൾ കാർത്തു വിവശയായി. സർവ്വശക്തിയുമെടുത്ത് അവനെ തള്ളി നീക്കി. എന്നിട്ട് പടവുകൾ ഒന്നൊന്നായി കയറി ഓടി. ഒരു പ്രകാരത്തിൽ അവൾ തൻ്റെ മുറിയിലെത്തി. വേഷം മാറി ഒരു ചുരിദാറെടുത്തിട്ടു. കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ ഓർക്കും തോറും പെണ്ണിനെ വിറയ്ക്കാൻ തുടങ്ങി. ഡി, ഒരു തോർത്തെടുത്ത് തന്നേ. വാതിലിൽ ധരൻ്റെ കൊട്ട് കേട്ടതും അവൾ വീണ്ടും വിറച്ചു. കാർത്തികേ! ആ, വരുന്നു. അലമാര തുറന്ന ശേഷം കാർത്തു ഒരു ടവലെടുത്ത് വെളിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ നേർക്ക് നീട്ടി. കൊള്ളാം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. തല തോർത്തിക്കൊണ്ടവൻ അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. കാർത്തൂൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് തോന്നിയതാവും. അവൻ അവളെ നോക്കി കണ്ണിറക്കി. കാർത്തൂനാണെങ്കിൽ വല്ലാത്ത പരവേശം പോലെ തോന്നി. എന്തൊരു കഷ്ടമാണ് എൻ്റെ കൃഷ്ണ. വിലപിച്ചുകൊണ്ടവൾ വീണ്ടും അകത്തേക്ക് പോയി. മുടിയാകെ കുളിപ്പിന്നൽ പിന്നെ ഇട്ട ശേഷം വെളിയിലേക്ക് ഇറങ്ങി വന്നു. ധരനാണെങ്കിൽ ഉമ്മറത്തുണ്ട്, ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട്. പോയേക്കാം. അവളെ കണ്ടതും അവൻ എഴുന്നേറ്റു. ഈ വീടിൻ്റെ താക്കോൽ എവിടെയാണുള്ളത് നിനക്കറിയാമോ? എന്നാ പോയി എടുത്തിട്ടോ. ഡി, നീ എന്തിനാ മൂളുന്നത്? എന്തെങ്കിലും ചോദിച്ചാൽ വാ തുറന്ന് പറഞ്ഞോണം, കേട്ടല്ലോ? കാർത്തികേ! ധരന് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞോളാം. അകത്തേക്ക് ഓടിയതും വാതിൽപ്പാളിയിലേക്ക് പോയി നെറ്റിയടിച്ചു. അവൾ ഉറക്കെ നിലവിളിച്ചു പോയി. നിനക്കൊന്ന് നോക്കി നടന്നൂടെ? കൊച്ചു കുട്ടിയാണെന്നാ ഇപ്പോഴും വിചാരം. നെറ്റി തിരുമുന്നവളെ നോക്കിക്കൊണ്ട് അവൻ ദേഷ്യപ്പെട്ടു. താക്കോലെടുത്ത് അവൾ ധരനെ ഏൽപ്പിച്ചു. വാതിൽ പൂട്ടിയ ശേഷം രണ്ടാളും അവിടെ നിന്നിറങ്ങി. കണ്ണീർ ചാലിച്ച കവളിൽ അവൾ മെല്ലെ തലോടി. ധരണിയൊന്ന് പാളി നോക്കിയപ്പോൾ അവൻ എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് ചുമൽ കൂപ്പി കാണിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നോക്കി നടന്നു. ഞാനൊന്നും കണ്ടൊന്നുമില്ല, ഇനി അതോർത്ത് ടെൻഷനാവണ്ട. അതും പറഞ്ഞ് അവൾ ദേഷ്യത്തിലൊന്ന് ധരനെ നോക്കി. എന്താടി ഉണ്ടക്കണ്ണി, നിങ്ങൾ ഓവർ സ്മാർട്ട് ആവുന്നുണ്ട്. അവൾ പെറുപെറുത്തു. നീയും? ധരൻ അവളെ നോക്കി. തുടരും.